ഹായ് ഹലോ നമസ്കാരം. നക്ഷത്രാസ് വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വിജയിക്കാൻ ഏറെ സാധ്യതയുള്ള 3 ബിസിനസ്സുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ മറ്റ് 3 ബിസിനസ്സുകളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. നമ്പർ 1, കരകൗശല വസ്തുക്കൾ. നമുക്കത് ചിരട്ടയിൽ ചെയ്യാം, കയറുകൊണ്ട് ചെയ്യാം, സിമെൻറ്റ് കൊണ്ട് ചെയ്യാം, തടി കൊണ്ട് ചെയ്യാം. നമുക്ക് എങ്ങനെയാണോ നമ്മുടെ ക്രിയേറ്റീവ് ഐഡിയാസ് വെച്ചിട്ട് പുതിയ പുതിയ വെറൈറ്റി ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിന് നല്ലൊരു വിപണന സാധ്യതയുണ്ട്. ടൂറിസം മേഖലയിലാണ് കൂടുതൽ വിപണന സാധ്യത ഇതിനുള്ളത്. അതുപോലെ സർക്കാർ തന്നെ ഇതിന് വേണ്ടിയിട്ടൊരു കരകൗശല ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടൊരു വെബ്സൈറ്റ് പോലും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലും നമുക്ക് വിപണനം നടത്താവുന്നതാണ്. അതുപോലെ നമുക്ക് എക്സിബിഷൻസ് ഒക്കെ സർക്കാർ തലത്തിൽ തന്നെ സംഘടിപ്പിക്കുന്നുണ്ട്. അതിലും നമ്മുടെ ഉൽപ്പന്നങ്ങൾ തീർച്ചയായും വിറ്റുപോകുന്നതാണ്. നമ്പർ 2, കാർ വാഷിംഗ് സെൻറ്ററുകൾ. ഏറ്റവും സാധ്യതയുള്ളൊരു കാര്യമാണ് മൊബൈൽ കാർ വാഷിംഗ് സെൻറ്ററുകൾ. നമുക്കൊരു ഒരു സെക്കൻഡ് ഒമ്നി വാൻ്റെ സെറ്റപ്പിനകത്ത് ഒരു 1 ലക്ഷം രൂപയ്ക്കകത്ത് തന്നെ നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ ആവശ്യമായിട്ട് വരുന്നുള്ളൂ. ഇപ്പോൾ നമുക്കറിയാം റൂറൽ ഏരിയാസിലൊക്കെ ആണെങ്കിൽ കാർ വാഷിംഗ് സെൻറ്റേഴ്സ് കുറവാണ്. നമ്മുടെ ഏരിയയിൽ തന്നെ ഒരു 40 കിലോമീറ്റർ അപ്പുറത്താണ് നമുക്കൊരു കാർ വാഷിംഗ് സെൻറ്റർ ഉള്ളത്. അപ്പം നമ്മൾ ആ ഏരിയയിലേക്ക് എപ്പോഴെങ്കിലും പോകുന്ന സമയത്ത് മാത്രം കാർ വാഷ് ചെയ്യാം എന്നുള്ളൊരു ഒരവസ്ഥയിലാണുള്ളത്. അല്ലെങ്കിൽ പിന്നെ മഴ നനഞ്ഞ് വണ്ടി കഴുകി റെഡിയായി വരണം. അപ്പോൾ ഈ മൊബൈൽ കാർ വാഷിംഗ് സെൻറ്റേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ റൂറൽ ഏരിയാസിലൊക്കെ പോയിട്ട് നമുക്ക് തീർച്ചയായിട്ടും അത് ചെയ്തു കൊടുക്കാൻ പറ്റും. ഇപ്പം വണ്ടികളില്ലാത്ത, സ്വന്തമായി വാഹനങ്ങളില്ലാത്ത വീടുകളൊക്കെ വളരെ ചുരുക്കമാണ്. അപ്പം തീർച്ചയായിട്ടും ഇത് നല്ലൊരു സാധ്യതയുള്ള മേഖലയാണ്. അതുപോലെ ഫ്ലാറ്റുകളൊക്കെ കേന്ദ്രീകരിച്ചിട്ടാണെങ്കിലും നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഒരു കാറ് വാഷ് ചെയ്യുന്നതിന് 500 രൂപ മുതൽ 700 രൂപ വരെ വാങ്ങിക്കുന്നവരുണ്ട്. സിറ്റി ഏരിയയിലൊക്കെ ആണെങ്കിൽ അതിലും കൂടും. അപ്പോൾ ഒരു മാസം ഒരു 30,000 മുതൽ 50,000 രൂപ വരെ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് സാധ്യതയാണിത്. നമ്പർ 3, കോസ്മെറ്റിക് ഐറ്റംസ്. അത് ഹെയർ ഡൈ ആവാം, അതുപോലെ ഹെയർ ഓയിൽ പ്രധാനമായിട്ടും, പിന്നെ നമ്മുടെ മുഖത്ത് തേക്കുന്ന ക്രീമുകൾ, ലിപ് ബാം, ഇതുപോലുള്ള ഐറ്റംസ് ഒക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല റിവ്യൂസ് കിട്ടുന്ന പ്രോഡക്ട്സ് റീസെൽ ചെയ്യുകയും ചെയ്യാം. കോസ്മെറ്റിക് ഐറ്റംസ് ഏത് പ്രോഡക്റ്റ് നമ്മൾ ചെയ്യുകയാണെങ്കിലും അത് വളരെ ജെന്യുവൻ ആയിരിക്കണം. മാത്രമല്ല ലൈസൻസ് ആവശ്യമുണ്ട്. കോസ്മെറ്റിക് ലൈസൻസ് എടുക്കേണ്ടതുണ്ട്. നമ്മുടെ പ്രോഡക്റ്റ് അത്രത്തോളം ജെന്യുവൻ ആണെങ്കിൽ, അതിൻ്റെ റിസൾട്ട് നല്ലതാണെങ്കിൽ തീർച്ചയായും വളരെ വേഗത്തിൽ നമുക്ക് കസ്റ്റമേഴ്സിനെ കിട്ടുകയും ചെയ്യും. മാസം 1 ലക്ഷം രൂപയടുത്ത് നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ബിസിനസ്സാണിത്. നമ്മുടെ ചാനലിലൂടെ മുതൽ മുടക്കില്ലാതെ ചെയ്യാൻ സാധിക്കുന്ന ബിസിനസ്സുകളെക്കുറിച്ചും ചെറിയ മുതൽ മുടക്കിൽ ചെയ്യാൻ സാധിക്കുന്ന ബിസിനസ്സുകളെക്കുറിച്ചും നമ്മൾ പറയുന്നുണ്ട്. കഴിഞ്ഞ വീഡിയോയിലും ഏറ്റവും പ്രധാനപ്പെട്ട 3 ബിസിനസ്സുകളെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി വരുന്ന വീഡിയോയിലും നിങ്ങൾക്ക് ഉപകാരപ്രദമായ മറ്റ് ബിസിനസ് ഐഡിയാസുമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിടാനും മറക്കരുത്. ഇനിയും കാണാം. താങ്ക് യു സോ മച്ച്.